അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിനൽ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സദാ വർഷിപ്പുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ തൗബയിലെ 51-ാമത്തെ ആയത്തിലൂടെ നമ്മളെ ഇപ്രകാരം അറിയിക്കുകയാണ്: കുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന വ അലല്ലാഹി ഫൽയതവക്കലുൽ മുഅ്മിനൂൻ. പറയുക, അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങളെ ബാധിക്കുകയില്ല. അള്ളാഹുവാണ് ഞങ്ങളുടെ യജമാനൻ. അള്ളാഹുവിൻ്റെ പക്കലാണ് സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തതായി സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തു. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസിയുടെ കാര്യം വളരെ ആശ്ചര്യം തന്നെ. അവൻ്റെ എല്ലാ കാര്യവും അവന് ഗുണമായി ഭവിക്കുന്നു. അതൊരു സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ല. അവന് ഇഷ്ടകരമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എങ്കിൽ അവൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. അപ്പോൾ അവനത് നന്മയായി തീരുന്നു. അവന് നാശമാണ് ബാധിക്കുന്നതെങ്കിൽ അവൻ ക്ഷമിക്കുകയും അങ്ങനെ അതവന് നന്മയായി തീരുകയും ചെയ്യുന്നു. ശരീരത്തിനും മനസ്സിനും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ സഹിക്കുക എന്നതാണ് ക്ഷമയുടെ വിവക്ഷ. ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഉത്തമമായ ഗുണമത്രേ അത്. ഈ ലോകത്ത് സംഭവിക്കുന്നതെന്തും അത് തനിക്ക് ഇഷ്ടപ്പെട്ടതോ അല്ലാത്തതോ ആയിക്കൊള്ളട്ടെ, അള്ളാഹുവിൻ്റെ നിയമവിധി പ്രകാരം സംഭവിക്കുന്നതാണെന്ന് ആ മുസ്ലിം വിശ്വസിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ അസ്ബിറൂ വസാബിറൂ വറാബിത്തു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമ കൈകൊള്ളുകയും ക്ഷമയിൽ ഉന്നതി നേടുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമര സന്നാഹത്തോടുകൂടി ഒരുങ്ങി നിൽക്കുകയും ചെയ്യുക, എങ്കിൽ നിങ്ങൾ വിജയിച്ചേക്കാം. ക്വാളിറ്റി ഓഫ് എ സക്സസ്ഫുൾ ലൈഫ് ഈസ് പേഷ്യൻസ്. ഏതൊരു ബന്ധത്തിലാണെങ്കിലും ക്ഷമ അങ്ങേയറ്റം അനിവാര്യമാണ്. ദാമ്പത്യ ജീവിതത്തിൽ, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ, കച്ചവടത്തിൽ, ഏത് മേഖലയിലായാലും ക്ഷമ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. എല്ലാവർക്കും പറ്റാത്ത ഒരു കാര്യമാണത്. അതുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നത്: ഇന്നമ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാശീലർക്ക് കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു നൽകും. ക്ഷമയുടെ പകരം വെക്കാനില്ലാത്ത ചരിത്ര സംഭവം. അള്ളാഹുവിൻ്റെ അടിമ അലി ഇബ്നു അബി താലിബ് യുദ്ധക്കളത്തിൽ പടപൊരുതുകയാണ്. ശത്രുവുമായുള്ള ഏറ്റുമുട്ടലിൽ ശത്രുവിനെ കീഴടക്കുകയും ശത്രുവിൻ്റെ വാൾ തെറിച്ചു പോവുകയും ചെയ്തു. കാർക്കിച്ച് മുഖത്തേക്ക് തുപ്പിക്കൊണ്ട് ആ ശത്രു പറഞ്ഞു, എന്നെ കൊല്ലുമെന്ന്. ശത്രുവിൻ്റെ തുപ്പൽ തുടച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുമ്പോൾ പിറകിൽ നിന്നും ആ ശത്രു വിളിച്ചു പറഞ്ഞു, എന്തേ എന്നെ കൊല്ലാത്തതെന്ന്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നിന്നോട് യുദ്ധം ചെയ്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരുന്നു. നീ എന്നെ കാർക്കിച്ചു തുപ്പിയപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നോടുള്ള ശത്രുത വന്നു. നിന്നെ വധിക്കുന്നത് ആ ശത്രുതയുടെ പേരിലായിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്മാറിയതാണെന്ന്. ഇത് കേട്ട ശത്രു പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അലി അല്പം നിൽക്കൂ എന്ന്. തൻ്റെ കൈകൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, അലി, താങ്കളുടെ മതം ഇത്ര മനോഹരമാണെങ്കിൽ ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.